മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസ്, ബിന്നി, അനുമോള്, നൂറ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോളെക്കുറിച്ചാണ് ഷാനവാസ് പറയുന്നത്. എന്താണെങ്കിലും ഇവളെന്നോട് ആ കാര്യത്തിൽ ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും സോറി പറയില്ല, പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ എന്താണെങ്കിലും സോറി പറയും. പക്ഷേ നമ്മളിവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു സ്നേഹമായി പോകും, പിന്നെ നമുക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ബിന്നിയൊക്കെ ഈ ബിഗ് ബോസ് വീട്ടിൽ യഥാർത്ഥ ആളായിട്ടല്ല നിൽക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. ബിന്നിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ബിന്നി പറയുന്നത് ശരി തന്നെയാണ്, ഞാൻ ഇങ്ങനെയല്ല, റിയൽ ആയിട്ടുള്ള ഞാനല്ല, ഇവിടെ വന്ന് കയറിയപ്പോൾ ഞാൻ അങ്ങനെയല്ലായിരുന്നു നിന്ന്, ഞാൻ ഫേക്കായിട്ടാണ് നിന്നതെന്ന് ബിന്നി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ബിന്നി ആ ഒരു ഗ്യാങ്ങിലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ഗ്യാങ്ങിലാണെങ്കിലും ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗ്യാങ്ങിൽ ഞങ്ങൾ വെറുതെ പാട്ടും പാടി തമാശയും പറഞ്ഞ് മാത്രമാണ് ആ ഗ്യാങ്ങിൽ ഇരിക്കാറുള്ളത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ബിന്നി ഇപ്പോഴും ആ ഒരു ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പം ആ ഒരു ഗ്യാങ് അവിടെ ഇല്ല, അത് പിന്നെ മനസ്സിലാക്കുന്നത്. അത് തന്നെ, ഞാൻ ആ ഗ്യാങ്ങിൽ പോയി ഇരിക്കുന്നു എന്നുള്ളൂ. ഞാൻ ആരുടെ ഒരു കുറ്റവും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടുത്തെ എപ്പിസോഡെല്ലാം കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്തതെന്ന്. ഷാനവാസ് പറയുന്നുണ്ട്, ബിന്നിനെ കുറിച്ച് അവരുണ്ടാക്കിയ പാട്ട് തന്നെ ബിന്നിക്ക് അതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന്. അവരങ്ങനെയൊക്കെ ഉണ്ടാക്കി, പക്ഷേ അത് ഇപ്പം എല്ലാവരും അതല്ലേ പാടിക്കൊണ്ട് നടക്കുന്നത്. എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അവരുടെ അടുത്താണ് ഇത്രയും നേരം ഇരുന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ വിചാരിക്കും ഞാനിവിടെ വന്ന് അവരുടെ ന്യൂസ് ചോർത്തി തരാൻ വന്നതാണ്. അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കംഫേർട്ടില്ല, കുറച്ച് ബോറായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നാളെ ചിലപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്, ആലോചിച്ചും കണ്ടും മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പം എനിക്ക് ആദിലേൻ്റെ നൂറേൻ്റെ അടുത്തും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്, അവരുമായിട്ട് എനിക്ക് കംഫേർട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്നു തന്നെ ബിന്നി പറയുന്നുണ്ട്. എനിക്ക് എവിടെ തോന്നുന്നു ഞാൻ അവിടെയാണ് പോയി നിൽക്കുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തോന്നി, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് മാറി പിന്നെ പോകുമെന്ന് ബിന്നി പറയുന്നുണ്ട്.